ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാന്യപ്രേക്ഷകർക്ക് ക്ഷേത്ര ന്യൂസിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട പുല്ലൂർ ദേശത്ത് പൗരാണിക കാലം മുതൽ ഭക്തജന ക്ഷേമൈശ്വര്യങ്ങൾക്ക് നിദാനമായി നിലകൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് പനയന്തുള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. വിവിധ ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ 21 ആഴ്ച നീണ്ടു നിൽക്കുന്ന വിളക്ക് ആരാധനയിൽ പങ്കുകൊള്ളാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ എത്തിച്ചേരുന്നത്. ഞാൻ പനയന്തുള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി ശിവപ്രസാദ്. ഈ ക്ഷേത്രം പുരാതനമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ചതുർബാഹു വിഗ്രഹമാണ്, മഹാവിഷ്ണുവാണ്. സർവ്വരോഗ ദുരിത ശമന ശാന്തി ഐശ്വര്യാദി അഭിവൃദ്ധിക്കായി ഇവിടെ എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തുന്ന ഉദ്ദിഷ്ട കാര്യസിദ്ധി നെയ്വിളക്ക്. കാര്യസിദ്ധി നെയ്വിളക്കിന് വന്ന എല്ലാ ഭക്തരുടെയും തന്നെ എല്ലാ ആഗ്രഹങ്ങളും കാര്യങ്ങളും സാധിച്ച് നിർവൃത്തിയടഞ്ഞ് എല്ലാവരും ഭഗവാന് വേണ്ട വിധത്തിലുള്ള വഴിപാടുകൾ കഴിച്ചു പോകുന്നതാണ്. അനവധി ആളുകൾ വന്നു പോയി വഴിപാടുകൾ കഴിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുണ്ടാകാത്തവർ അതിവിടെ ഭഗവാനെ വന്ന് പ്രാർത്ഥിച്ച് 21 വ്യാഴാഴ്ച മുടങ്ങാതെ വിളക്കെടുത്താൽ ആ 21 വ്യാഴാഴ്ചത്തെ വിളക്ക് തീരുന്നതിന് മുൻപായി പല അനുഭവങ്ങളുണ്ട്. കുട്ടികളുണ്ടായ ഗർഭിണി ആയി റിസൾട്ട് കണ്ട് വന്ന് തൊട്ടിലുകൾ കെട്ടി ക്ഷേത്രത്തിന് വഴിപാടുകളും കഴിച്ചു പോകുന്ന ഒരുപാട് പേരുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എത്ര സാധിക്കാത്ത കാര്യങ്ങളാണെങ്കിലും ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് രജീന കേട്ടോ. എൻ്റെ വീട് കാട്ടൂരാണ്. ഇവിടെ നിന്ന് കുറച്ചധികം പോകണം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മോളെ കല്യാണം ശരിയാവുകൊണ്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ളൊരു കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ട്, അങ്ങോട്ട് വന്നാൽ മതി, എല്ലാ കാര്യം ശരിയാവുന്നു. അങ്ങനെ ഞാൻ വിഷമത്തോടു കൂടി ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ 2, 3, 4, 5 ആഴ്ച ഞാൻ വിളക്കെടുത്തു. ഇവിടുത്തെ ശാന്തി പറഞ്ഞു വിളക്കെടുക്കാൻ പറഞ്ഞു, വിളക്കെടുത്തു. 5-6 ആഴ്ച വിളക്കെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യം ശരിയായി. എൻ്റെ മോളിപ്പോൾ നല്ല നിലയിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രധാനം. അതുകൊണ്ട് ഭഗവാൻ എന്നെ കാത്തുരക്ഷിച്ചു. അത് തൊട്ട് ഞാൻ 2-3 വർഷമായി ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നു. ഇവിടെ നിന്ന് 5 പ്രാവശ്യം 6 പ്രാവശ്യം വിളക്ക് വെച്ചോളൂ. അപ്പോഴേക്കും എൻ്റെ കാര്യം സാധിച്ചു. നല്ല സ്വഭാവമുള്ള മോനെ കിട്ടി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. വീട്ടിലും സമാധാന സൗഖ്യം സന്തോഷം എല്ലാതും. ഹൃദദീപം കരോമീശ സീതലോകനായക പ്രകൃഷ്ടപാപനാശായ പ്രകൃഷ്ടഫലസിദ്ധയേ ഹൃദദീപം കരോമീശ സീതലോകനായക പ്രകൃഷ്ടപാപനാശായ പ്രകൃഷ്ടഫലസിദ്ധയേ ഹൃദദീപം കരോമീശ സീതലോകനായക പ്രകൃഷ്ടഫലസിദ്ധയേ ഹൃദദീപം കരോമീശ സീതലോകനായക പ്രകൃഷ്ടപാപനാശായ പ്രകൃഷ്ടഫലസിദ്ധയേ ഹൃദദീപം കരോമീശ സീതലോകനായക പ്രകൃഷ്ടപാപനാശായ പ്രകൃഷ്ടഫലസിദ്ധയേ ഹൃദദീപം കരോമീശ
ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഈ ഭഗവത് തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥനാനിരതരായി ഹൃദയം കൊണ്ട് ദീപം തെളിയിച്ചാൽ സാധ്യമാകും എന്ന് നിരവധി ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേരുന്ന ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകി ശാസ്താവ്, ഗണപതി, ദുർഗാ, ഭഗവതി എന്നീ ഉപദേവതകളും സർവ്വ ഐശ്വര്യത്തോടെ നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നെയ്വിളക്ക്, എണ്ണവിളക്ക്, എള്ളുതിരി, തുളസിമാല എന്നിവയാണ്. ക്ഷേത്രക്ഷേമത്തിനു വേണ്ടി പ്രസിഡന്റ് KD സുരേഷ് ബാബു, സെക്രട്ടറി MS രവികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതിയും പ്രവർത്തിക്കുന്നു. ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ ക്ഷേത്ര മേൽശാന്തി ശിവപ്രസാദ് നിർവഹിക്കുന്നു. 500 വർഷത്തിലധികമായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് പുല്ലൂർ പനയന്തുള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടുത്തെ വിശേഷാൽ പരിപാടി എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന കാര്യസിദ്ധി നെയ്വിളക്ക് പൂജയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുകയും അവരുടെ സങ്കടനിവൃത്തിക്കായി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. 21 വ്യാഴാഴ്ചകളിൽ തുടർച്ചയായി കാര്യസിദ്ധി നെയ്വിളക്ക് പൂജയ്ക്കിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പനയന്തുള്ളി ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് രവികുമാർ മടത്തിക്കര. 11 അംഗ ഭരണസമിതിയാണ് ഇവിടെയുള്ളത്. ദൈനംദിന കാര്യങ്ങളിൽ എല്ലാ കമ്മിറ്റിക്കാരുടെയും എല്ലാ സഹായ സഹകരണങ്ങളും കൊണ്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് തകർച്ചയിൽ നിന്നും നല്ല രീതിയിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തെ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് വികസന കാര്യങ്ങൾ ഇവിടെ കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനുണ്ട്. ക്ഷേത്രക്കുളമാണ് നമുക്ക് അതിലേറ്റവും പ്രധാനം. ക്ഷേത്രക്കുളം നല്ല രീതിയിൽ നവീകരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്ര ന്യൂസ്, തൃശ്ശൂർ. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.